സംഖ്യ അധ്യായം 2. പാളയമടിക്കേണ്ട ക്രമം. കർത്താവ് മോശെയോടും അഹറോനോടും അരുളിച്ചെയ്തു, ഇസ്രായേൽ ജനം അവരവരുടെ ഗോത്രമുദ്രയോടു കൂടിയ പതാകകൾക്ക് കീഴിൽ പാളയമടിക്കണം. സമാഗമ കൂടാരത്തിന് അഭിമുഖമായി ചുറ്റും താവളമുറപ്പിക്കുകയും വേണം. അമിനാദാബിൻ്റെ മകൻ നഹശോൻ്റെ നേതൃത്വത്തിലുള്ള യൂദാഗോത്രം സൂര്യനുദിക്കുന്ന കിഴക്ക് ദിക്കിൽ സ്വന്തം പതാകയ്ക്ക് കീഴിൽ പാളയമടിക്കണം. അവൻ്റെ സൈന്യത്തിൽ 74,600 പേർ. അതിനടുത്ത സുവാറിൻ്റെ മകൻ നെതാനേലിൻ്റെ നേതൃത്വത്തിലുള്ള ഇസാക്കർ ഗോത്രം, അവൻ്റെ സൈന്യത്തിൽ 54,400 പേർ. അതിനപ്പുറം ഹേലോൻ്റെ പുത്രൻ ഏലിയാബിൻ്റെ നേതൃത്വത്തിലുള്ള സെബുലൂൺ ഗോത്രം, അവൻ്റെ സൈന്യത്തിൽ 57,400 പേർ. യൂദായുടെ പാളയത്തിലെ സൈന്യത്തിലാകെ 1,86,400 പേർ. അവരാണ് ആദ്യം പുറപ്പെടേണ്ടത്. ശെദയൂറിൻ്റെ മകൻ എലീസൂറിൻ്റെ നേതൃത്വത്തിലുള്ള റൂബൻ ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ തെക്കുഭാഗത്ത് പാളയമടിക്കണം. അവൻ്റെ സൈന്യത്തിൽ 46,500 പേർ. അതിനടുത്ത സുരിഷദായിയുടെ പുത്രൻ ഷെലൂമിയേലിൻ്റെ നേതൃത്വത്തിലുള്ള ശിമയോൻ ഗോത്രം, അവൻ്റെ സൈന്യത്തിൽ 59,300 പേർ. അതിനപ്പുറം റവുവേലിൻ്റെ പുത്രൻ ഏലിയാസാഫിൻ്റെ നേതൃത്വത്തിലുള്ള ഗാദ് ഗോത്രം, അവൻ്റെ സൈന്യത്തിൽ 45,650 പേർ. റൂബൻ പാളയത്തിലാകെ 1,81,450 പേർ. അവരാണ് രണ്ടാമത് പുറപ്പെടേണ്ടത്. അനന്തരം പാളയങ്ങളുടെ മധ്യത്തിലായി ലേവ്യരുടെ പാളയത്തോടൊപ്പം സമാഗമ കൂടാരം കൊണ്ടുപോകണം. കൂടാരമടിക്കുമ്പോഴെന്ന പോലെ തന്നെ പതാകയോടൊത്ത് ക്രമമനുസരിച്ച് ഓരോരുത്തരും പുറപ്പെടണം. അമിഹൂദിൻ്റെ മകൻ എലീഷാമയുടെ നേതൃത്വത്തിലുള്ള എഫ്രായിം ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ പടിഞ്ഞാറ് ഭാഗത്ത് താവളമടിക്കണം. അവൻ്റെ സൈന്യത്തിൽ 40,500 പേർ. അതിനടുത്ത പെദഹ്സൂറിൻ്റെ പുത്രൻ ഗമാലിയേലിൻ്റെ നേതൃത്വത്തിലുള്ള മനാസെ ഗോത്രം, അവൻ്റെ സൈന്യത്തിൽ 37,200 പേർ. അതിനപ്പുറം ഗിദയോനിയുടെ പുത്രൻ അബിദാൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചമിൻ ഗോത്രം, അവൻ്റെ സൈന്യത്തിൽ 35,400 പേർ. എഫ്രായിം പാളയത്തിലാകെ 1,08,100 പേർ. അവരാണ് മൂന്നാമത് പുറപ്പെടേണ്ടത്. അമ്മിഷദ്ദായിയുടെ മകൻ അഹിയേസറിൻ്റെ നേതൃത്വത്തിലുള്ള ദാൻ ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ വടക്കുഭാഗത്ത് പാളയമടിക്കണം. അവൻ്റെ സൈന്യത്തിൽ 60,700 പേർ. അതിനടുത്ത ഒക്രാൻ്റെ മകൻ പഗിയേലിൻ്റെ നേതൃത്വത്തിലുള്ള ആശേർ ഗോത്രം, അവൻ്റെ സൈന്യത്തിൽ 41,500 പേർ. അതിനപ്പുറം ഏനാൻ്റെ മകൻ അഹീറയുടെ നേതൃത്വത്തിലുള്ള നഫ്താലി ഗോത്രം, അവൻ്റെ സൈന്യത്തിൽ 53,400 പേർ. ദാനിൻ്റെ പാളയത്തിൽ ആകെ 1,87,600 പേർ. സ്വന്തം പതാകകളോട് കൂടി അവരാണ് ഏറ്റവും അവസാനം പുറപ്പെടേണ്ടത്. ഗോത്രക്രമമനുസരിച്ച് ജനസംഖ്യയിൽപ്പെട്ട ഇസ്രായേൽ ജനം ഇവരാണ്. പാളയത്തിലുണ്ടായിരുന്നവരും ഗണമനുസരിച്ച് കണക്കെടുക്കപ്പെട്ടവരുമായ ആളുകളാകെ 6,03,550. കർത്താവ് മോശെയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ ലേവ്യരെ എണ്ണിയില്ല. കർത്താവ് മോശെയോട് കൽപ്പിച്ച പ്രകാരം ഇസ്രായേൽ പ്രവർത്തിച്ചു. അവർ സ്വന്തം പതാകകൾക്ക് കീഴെ പാളയമടിക്കുകയും ഗോത്രവും കുടുംബവുമനുസരിച്ച് യാത്ര പുറപ്പെടുകയും ചെയ്തു.